പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ഇ.ഡി. റെയ്ഡിൽ ഇന്നും മൗനം തുടർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തുടർച്ചയായി 12ാം തവണയും ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് വി.ഡി. സതീശൻ പ്രതികരിച്ചില്ല. മുഖ്യമന്ത്രിയുടെ മൗനത്തിന് കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി A. റഹീം ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പ്രതികരിച്ചത്. സ്വീകരിച്ച മൗനം എന്തിനാണ് തള്ളിപ്പറയാൻ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ജീവിക്കുന്ന സഖാവ് പിണറായി വിജയൻ എന്ന എല്ലാവരും അംഗീകരിക്കുന്ന, ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്ന സഖാവ് പിണറായി വിജയൻ, ആ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ ഇഡിക്ക് വേട്ടയാടാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു കാഴ്ച, ഇത് കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരും. കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ഡീൽ. മുഖ്യമന്ത്രിയുടെ ഈ മൗനത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെയാണ് ഇ.ഡി. റെയ്ഡ് എന്ന തരത്തിൽ ഇടതുപക്ഷത്ത് നിന്ന് വിമർശനമുണ്ട്. UDF നേതാക്കളിലേക്ക് ഇ.ഡി. അന്വേഷണം വ്യാപിപ്പിക്കുന്നുമുണ്ട്. വിവരങ്ങളുമായി സരീഷ് PK ആണ് ചേരുന്നത്. സരീഷ്, എന്തായാലും ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവ വികാസമാണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം എന്നുള്ളത്. അതും ഒന്നും രണ്ടും തവണയല്ല, 12 തവണയാണ് മാധ്യമങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഇക്കാര്യത്തിൽ പ്രതികരണം തേടിയത്. എന്നാൽ മൗനം മാത്രമാണ് പ്രതികരണം എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ പ്രതിപക്ഷത്തെ നേതാക്കൾ A. റഹീം അടക്കമുള്ള ആളുകൾ വലിയ തരത്തിലുള്ള വിമർശനമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഈ ഇ.ഡി. റെയ്ഡ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇപ്പോഴും വി.ഡി. സതീശൻ ഈ മൗനം തുടരുന്നത് എന്നുള്ളതാണ്. അത് വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തത വരുത്താൻ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും ആയിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകർക്ക് എന്തും ചോദിക്കാം, എപ്പോഴും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരാൾ കൂടിയാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ ഒന്നും മാധ്യമപ്രവർത്തകർ അറിയാതെ, മാധ്യമങ്ങൾ അറിയാതെ കേരളത്തിൽ സംഭവിക്കില്ല. എന്തുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ മീഡിയ ഫ്രണ്ട്ലി ആയ ഒരു CM, അതാണ് താൻ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതായിരുന്നു വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞത്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്ന് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ, കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അദ്ദേഹം തെളിയിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ കേരളം ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയമായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ഇ.ഡി. റെയ്ഡുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ, ഇന്നലെയാണ് ആ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാവിലെ 6 മണി മുതൽ ഏതാണ്ട് ഉച്ചയ്ക്ക് 4 മണി വരെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു. അതിൽ പ്രത്യേകിച്ച് പിണറായി വിജയൻ ഇപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരത്തും അദ്ദേഹത്തിൻ്റെ വസതിയായ, സ്വകാര്യ വസതിയായ കണ്ണൂരും, മുഹമ്മദ് റിയാസിൻ്റെ വീടായ കോഴിക്കോട്ടും ഒക്കെ പരിശോധന നടക്കുന്നു. അവിടെ നിന്നും പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. ഇതിന് തൊട്ടു പിന്നാലെ വ്യാപകമായ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം കൃത്യമായൊരു മറുപടി പറയേണ്ടതായിരുന്നു. പക്ഷേ 12 തവണയാണ് 2 ദിവസത്തിനിടയിൽ മുഖ്യമന്ത്രിയോട് ഈ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചത് എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർ ഇന്നലെ, അതായത് ഇന്നലെ 5 തവണ ഡൽഹിയിൽ തന്നെ വെച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. ഇന്ന് ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അതായത് ഇന്നലെ രാത്രി ഡൽഹിയിലെ ഈ സന്ദർശനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവിടെ നിന്നും രാവിലെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതാണ്ട് 7:20 ആദ്യ ചോദ്യം ഉന്നയിക്കുന്നു. പക്ഷേ അദ്ദേഹം മറുപടി പറയുന്നില്ല. ആ മറുപടി പറയാതെ അദ്ദേഹം നേരെ എത്തിയത് മലപ്പുറത്ത് പാണക്കാട്ടെ തങ്ങളുടെ വീട്ടിലായിരുന്നു. ആദ്യം അദ്ദേഹം പാണക്കാട്ടെ വീട്ടിലേക്ക് കയറുന്നു. അവിടെ നിന്ന് പ്രഭാത ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അതിനുശേഷം സന്ദേശമൊക്കെ നൽകിയതിന് ശേഷം അദ്ദേഹം 10:25 അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. 9:30 എത്തിയ അദ്ദേഹം 10:25 അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നു, ഈ സന്ദേശം നൽകുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇ.ഡിയുടെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. അതൊക്കെ ഒരു തരത്തിലും അതിനുമായി ബന്ധപ്പെട്ട മറുപടി പറയാനോ ഏതെങ്കിലും തരത്തിൽ ശബ്ദമുയർത്താനോ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല.
ആ മലപ്പുറത്ത് നിന്നും അദ്ദേഹം നേരെ കോഴിക്കോടേക്കാണ് എത്തുന്നത്. കോഴിക്കോട് 11:40 MK മുനീർ, മുൻ മന്ത്രിയും മുൻ MLA യും ഒക്കെ ആയിരുന്ന MK മുനീറിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെയും സമാനമായ ചോദ്യം അദ്ദേഹത്തോട് ഉയരുന്നു. പക്ഷേ നിശബ്ദമായിരുന്നു മറുപടി. അവിടെ നിന്നും MK മുനീറിന്റെ സന്ദർശനം പൂർത്തിയാക്കി അവിടെ നിന്നും അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്കാണ് എത്തിയത്. 12:48 അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നു. അവിടെയും മാധ്യമപ്രവർത്തകർ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ കാണുന്നു, സമാനമായ ചോദ്യം ചോദിക്കുന്നു. പക്ഷേ അതിനും മറുപടി നൽകുന്നില്ല. തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് കയറി പോകുന്നു. പിന്നീട് ഉച്ചയോടെ അദ്ദേഹം ഉച്ചഭക്ഷണം ഒരുക്കിയിരുന്നത് മാതൃഭൂമിയുടെ ചെയർമാൻ കൂടിയായ PB ചന്ദ്രന്റെ വീട്ടിലായിരുന്നു. അവിടെ എത്തിയ അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകർ 2 തവണ ആ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കാണുന്നു. പിന്നീട് PV ഗംഗാധരന്റെ വീട്ടിൽ കയറുന്നു. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ കയറുന്നു. അവിടെ 2 തവണ ചോദ്യങ്ങൾ ആവർത്തിച്ചെങ്കിലും അദ്ദേഹം ഒരു വാക്ക് പോലും പറയാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന് ഇവിടെ വീരേന്ദ്രകുമാർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുണ്ടായിരുന്നു ജൂബിലി ഹാളിൽ. അവിടെ എത്തുന്നു. അവിടെ നിന്നും പരിപാടി പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്ന അദ്ദേഹത്തെ വീണ്ടും മാധ്യമപ്രവർത്തകർ കാണുന്നു. പക്ഷേ അവിടെയും നിശബ്ദം. പിന്നീട് കോഴിക്കോട് ഏറ്റവും അവസാന പരിപാടിയായ പൗരാവലിയുടെ സ്വീകരണ ചടങ്ങായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ അദ്ദേഹത്തെ 6:40 വീണ്ടും മാധ്യമപ്രവർത്തകർ സമാനമായ ചോദ്യം ചോദിക്കുന്നു. പക്ഷേ ഒരു വാക്കുരിയാടാൻ 12 തവണത്തെ ചോദ്യത്തിലും ഒരു വാക്കുരിയാടാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ്. അതിന് 2 കാരണങ്ങളാണ് പ്രധാനമായും പറയേണ്ടി വരിക. ഒന്ന്, അദ്ദേഹത്തിന്റെ ഡൽഹി സന്ദർശനം. മുഖ്യമന്ത്രിയുടെ മൗനം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചോദ്യം ആണ് ബാക്കി വെക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾക്ക് കണ്ടറിയേണ്ടത്.